സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അക്കാമ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. അക്കാമ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. രാജധാനി മാർച്ച് നടന്ന വർഷം ഏതാണ്? 1938 അക്കാമ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയത്. രാജധാനി മാർച്ച് എവിടം മുതൽ എവിടം വരെയായിരുന്നു? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു അക്കാമ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയത്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ജീവിതം ഒരു സമരം എന്നതാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ അവബോധത്തെ സംബന്ധിച്ച ഉപന്യാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജോൺ ലോക്കാണ്. മനുഷ്യ അവബോധത്തെ സംബന്ധിച്ച ഉപന്യാസം എന്ന പുസ്തകം രചിച്ചത് ജോൺ ലോക്ക്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദൻ. അവസാനത്തെ കുലശേഖര ചക്രവർത്തി ആരായിരുന്നു? രാമവർമ്മ കുലശേഖരൻ രണ്ടാമനായിരുന്നു. അവസാനത്തെ കുലശേഖര ചക്രവർത്തിയായിരുന്നു രാമവർമ്മ കുലശേഖരൻ രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷം ഏത്? 1792 മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷമാണ് 1792. ആരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്? ടിപ്പു സുൽത്താനിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. ടിപ്പു സുൽത്താനിൽ നിന്നാണ്. ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷവും അതുപോലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയും ഏതു വർഷമാണ്? 1792. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ്. സംവിധാനം ചെയ്തത് P. രാമദാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അക്ബർ ജനിച്ച സ്ഥലം ഏതാണ്? അമർക്കോട്ടിലാണ്. അക്ബർ ജനിച്ച സ്ഥലമാണ് അമർക്കോട്ട്. ഏത് വർഷം? 1542 അക്ബർ ജനിച്ചത്. അക്ബറിൻ്റെ കിരീടധാരണം നടന്ന വർഷം ഏതാണ്? 1556 അക്ബറിൻ്റെ കിരീടധാരണം നടന്നത്. 1556, അതായത് രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ അതേ വർഷം തന്നെ. എവിടെ വെച്ചാണ് അക്ബറിൻ്റെ കിരീടധാരണം നടന്നത്? കലനാവൂരിൽ വെച്ചാണ് അക്ബറിൻ്റെ കിരീടധാരണം നടന്നത്. കലനാവൂരിൽ 1556. അക്ബറുടെ ഇലാഹി കലണ്ടർ ആരംഭിച്ച വർഷം. അപ്പോൾ അക്ബർ ആരംഭിച്ച കലണ്ടർ ഇലാഹി കലണ്ടർ. അക്ബറുടെ ഇലാഹി കലണ്ടർ ആരംഭിച്ച വർഷം ഏതാണ്? 1583 അക്ബർ ഇലാഹി കലണ്ടർ ആരംഭിച്ചത്. അതുപോലെ അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി. അക്ബർ ദിൻ ഇലാഹി സ്ഥാപിച്ച വർഷം ഏത്? 1582 അക്ബർ ദിൻ ഇലാഹി മതം സ്ഥാപിച്ചത്. തൊട്ടടുത്ത വർഷം 1583 അക്ബർ ഇലാഹി കലണ്ടറും സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഹമ്മദ് നഗറിലെ നിസാം ഷാഹി വംശം സ്ഥാപിച്ചത് ആരാണ്? മാലിക് അഹമ്മദാണ്. അഹമ്മദ് നഗറിലെ നിസാം ഷാഹി വംശം സ്ഥാപിച്ചത് മാലിക് അഹമ്മദ്. തമാശ ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? മഹാരാഷ്ട്രയുടെ പ്രധാന നൃത്തരൂപമാണ് തമാശ. യൂഗോസ്ലാവിയയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു മാർഷൽ ടിറ്റോ. യൂഗോസ്ലാവിയയുടെ മുൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ ജനിച്ച രാജ്യം ഏത്? ക്രൊയേഷ്യയിലാണ്. യൂഗോസ്ലാവിയയുടെ മുൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ ജനിച്ചത് ക്രൊയേഷ്യയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മിസ് വേൾഡായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? റീത്ത ഫാരിയയാണ്. മിസ് വേൾഡായ ആദ്യ ഇന്ത്യക്കാരി റീത്ത ഫാരിയ. അതേസമയം മിസ് യൂണിവേഴ്സായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? സുസ്മിത സെൻ ആണ്. മിസ് യൂണിവേഴ്സായ ആദ്യ ഇന്ത്യക്കാരിയാണ് സുസ്മിത സെൻ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം സംബന്ധിച്ച് ചർച്ച നടത്താൻ 1912 ഇംഗ്ലണ്ടിൽ പോയ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം സംബന്ധിച്ച് ചർച്ച നടത്താൻ 1912 ഇംഗ്ലണ്ടിൽ പോയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി എന്നതാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മുട്ടത്തോടിൽ പ്രധാനമായും കാണുന്ന രാസവസ്തു ഏത്?
കാൽസ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോടിൽ പ്രധാനമായും കാണുന്ന, അല്ലെങ്കിൽ മുട്ടത്തോട് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. എന്നാൽ അസ്ഥികളിൽ കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 85% ഉള്ള സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം കാർബണേറ്റുമുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ അസ്ഥികളിൽ കാണപ്പെടുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെ. അതുപോലെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ ലോഹം അപ്പോൾ ഏതായിരിക്കും? കാൽസ്യം ആയിരിക്കും. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ഓക്സിജനൊപ്പം ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹീലിയമാണ്. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ഓക്സിജനൊപ്പം ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രോലാക്റ്റിൻ ആണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന, വാജ്പേയി എന്നീ 3 പേരുടെ ജന്മദിനം എന്നാണ്? ഡിസംബർ 25 മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന, വാജ്പേയി എന്നിവരുടെ ജന്മദിനം ഡിസംബർ 25. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്? VV ഗിരിയാണ്. ആക്ടിംഗ് പ്രസിഡൻ്റ് ആയ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് VV ഗിരി. ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആര് തന്നെയാണ്? VV ഗിരി തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി തന്നെയാണ്. അതുപോലെ കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? VV ഗിരിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി VV ഗിരിയാണ്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ആര് തന്നെയാണ്? VV ഗിരി തന്നെയാണ്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ് VV ഗിരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആനി ബസന്റ് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വർഷം ഏത്? 1898 ആനി ബസന്റ് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വർഷം 1898. അപ്പോൾ വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. ആസ്പിരിൻ്റെ രാസനാമം എന്ത്? അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ് എന്നതാണ് ആസ്പിരിൻ്റെ രാസനാമമാണ് അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ്. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 44. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യമായി മെയ് ദിനം ആഘോഷിക്കപ്പെട്ട നഗരം ഏത്? ഷിക്കാഗോ നഗരത്തിലാണ് ആദ്യമായിട്ട് മെയ് ദിനം ആഘോഷിക്കപ്പെട്ടത്. ഷിക്കാഗോ നഗരത്തിലാണ്. ആദ്യ ബുദ്ധമത സമ്മേളനം രാജഗൃഹത്തിൽ നടന്ന വർഷം. അപ്പോൾ ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലമാണ് രാജഗൃഹം. അപ്പോൾ ഈ രാജഗൃഹത്തിൽ വെച്ച് ആദ്യ ബുദ്ധമത സമ്മേളനം നടന്ന വർഷമാണ് 483 BC 483. അപ്പോൾ 4 ബുദ്ധമത സമ്മേളനമാണ് നടന്നത്. RVPK എന്നതാണ് അതിൻ്റെ കോഡ്. അപ്പോൾ എവിടെയൊക്കെ വെച്ചാണ് ബുദ്ധമത സമ്മേളനം നടന്നത്? രാജഗൃഹം, വൈശാലി, പാടലീപുത്രം, കാശ്മീർ എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് യഥാക്രമം 1, 2, 3, 4 ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നത്. അപ്പോൾ ഈ ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നപ്പോഴത്തെ രാജാക്കന്മാർ ആരായിരുന്നു? യഥാക്രമം അജാതശത്രു, കാലശോകൻ, അശോകൻ, കനിഷ്കൻ എന്നീ രാജാക്കന്മാരാണ് അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നപ്പോൾ ഭരിച്ചിരുന്നത്. അജാതശത്രു, കാലശോകൻ, അശോകൻ, കനിഷ്കൻ എന്നീ രാജാക്കന്മാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ് ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം. എക്കോയാണ് ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ വിക്ഷേപിച്ച രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിളാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ആപ്പിൾ വിക്ഷേപിച്ച വർഷം ഏതാണ്? 1981 ആപ്പിൾ വിക്ഷേപിച്ചത്. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം ആരാണ്? ലോധി വംശമാണ്. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശമാണ് ലോധി വംശം. അപ്പോൾ നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റിലെ അവസാന വംശമാണ് ലോധി വംശം. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമാണ് ലോധി വംശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്?
പറവൂർ ടി കെ നാരായണപിള്ളയാണ് ആദ്യ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത്. പറവൂർ ടി കെ നാരായണപിള്ള. അപ്പോൾ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി അതുകൊണ്ട് പറവൂർ ടി കെ നാരായണപിള്ളയാണ്. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? കെ ആർ ഗൗരിയമ്മയാണ് തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി. കെ ആർ ഗൗരിയമ്മ. സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച അമരാവതി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത്? 1897 സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച അമരാവതി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1897. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ്. INCയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ. ഒരേയൊരു മലയാളി മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തുഷാർ കാന്തി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തുഷാർ കാന്തി ഘോഷ്. സഭയിൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്ന ഭരണനിർമ്മാണ സഭ ഏതാണ്? രാജ്യസഭയാണ്. സഭയിൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്ന ഭരണനിർമ്മാണ സഭയാണ് രാജ്യസഭ. അപ്പോൾ നമുക്കറിയാം രാജ്യസഭ അധ്യക്ഷൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. ഈ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യസഭ MP അല്ല. അപ്പോൾ അതുകൊണ്ടാണ് സഭയിൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്ന ഭരണനിർമ്മാണ സഭ രാജ്യസഭ ആയിത്തീരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് ചിത്രം ഏതാണ്? കോർട്ട് ഡാൻസറാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് ചിത്രമാണ് കോർട്ട് ഡാൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം കൊൽക്കത്തയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം മുംബൈയുമാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ഏതു ഭാഗമാണ് ബേ ഐലൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്? ആൻഡാമാൻ നിക്കോബാർ ആണ് ബേ ഐലൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡാമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഷിംലയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിൽ. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടൻ ആരാണ്? MG രാമചന്ദ്രനാണ്. MGR ആണ് ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടനാണ് MG രാമചന്ദ്രൻ. മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ IAS ഓഫീസർ ആരായിരുന്നു? അജിത് ജോഗി ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ IAS ഓഫീസറായിരുന്നു അജിത് ജോഗി. അജിത് ജോഗി ഏത് സംസ്ഥാനത്തെയാണ്? ഛത്തീസ്ഗറിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസമുറപ്പിച്ച പ്രദേശം ഏത്? പഞ്ചാബിലാണ്. ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം വാസമുറപ്പിച്ചത് പഞ്ചാബിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന വർഷം ഏതാണ്? 1977 ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന വർഷമാണ് 1977. ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്ന നിയമം ഏതാണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളാണ്. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളാണ് ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്ന നിയമം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? കേരളത്തിൻ്റേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരളത്തിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഏത് വിമാനത്താവളത്തിനാണുള്ളത്? ഇന്ദിരാഗാന്ധി വിമാനത്താവളം. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിനാണ് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേരെന്താണ്? ബ്രഹ്മോസ് എന്നതാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ്.
രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചത്. ഭഗത് സിംഗ്. ഇറ്റലിക്കാരനല്ലാത്ത ആദ്യ പോപ്പ് ആരാണ്? ജോൺ പോൾ രണ്ടാമനാണ് ഇറ്റലിക്കാരനല്ലാത്ത ആദ്യ പോപ്പ്. ജോൺ പോൾ രണ്ടാമനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കിലൂടെ നിർമ്മിക്കുന്ന കപ്പൽ ചാനലിൻ്റെ പേരെന്താണ്? സേതു സമുദ്രം എന്നതാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കിലൂടെ നിർമ്മിക്കുന്ന കപ്പൽ ചാനലിൻ്റെ പേര് സേതു സമുദ്രം. ഓക്കെ ഫ്രണ്ട്സ്.